ഹലോ കൂട്ടുകാരെ, ഈ കോരി ചെരിയുന്ന ചൂടത്ത് നമ്മുടെ ശരീരം ഒന്ന് തണുപ്പിക്കാൻ ഇന്നൊരു ഡ്രിങ്ക് റെസിപ്പി ആയല്ലോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന സാധനം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു ഓറഞ്ച് കുരുവൊക്കെ നീക്കം ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ഓറഞ്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിപ്പം 1-2 പേർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിലേക്ക് ഒരു നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, പിഴിഞ്ഞെടുത്ത് നാരങ്ങ നീര്. പിന്നെ 2-3 നമ്മുടെ പുതിനയുടെ ഇല, ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം, ഒത്തിരി ചേർക്കണ്ട. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ഉപയോഗിക്കാം. ഞാനിവിടെ നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്, ഐസ് ക്യൂബ്സ് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഇത് നമ്മുടെ മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് കറക്കിയെടുക്കാം. നമ്മൾ കുരു ഒന്നും ചേർക്കാത്തത് കൊണ്ട് ഇത് അരിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് മധുരത്തിന് വേണ്ടി ഞാനൊരു 2 ടീസ്പൂൺ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഡയറ്റൊക്കെ എടുക്കുന്നവരാണെങ്കിൽ കുറച്ച് തേൻ ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ എന്നിട്ടത് നല്ലതുപോലെ നമ്മുടെ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഓറഞ്ചും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് അരഞ്ഞു വന്നിട്ടുണ്ടാവും. ഈ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ കുറച്ച് ചിയാ സീഡ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചിയാ സീഡ് കുതിർത്തത് ഒരു 2 ടീസ്പൂൺ ചേർത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അരിച്ച് വേണമെങ്കിൽ എടുക്കാം കേട്ടോ, പക്ഷേ അരിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനകത്തുള്ള ആ നാരൊക്കെ നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ചിയാ സീഡിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ശരീരത്തൊക്കെ നല്ല തണുപ്പേകുന്ന ഒരു സാധനമാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ കുറച്ച് ഒരു പുതിന ഒരു ഭംഗിക്ക് വേണ്ടിയും കൂടി വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ, പെട്ടെന്ന് ക്യുക്കായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ് കേട്ടോ. ശരീരത്ത് നല്ല തണുപ്പേകുന്ന ഒരു ഡ്രിങ്കാണ്. ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് വിടാം. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കത്തില്ലേ? എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു, ബൈ.